നൈൽ കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഓക്കെ, എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്കറിയാം ഡയറക്റ്റ് സെല്ലിംഗ് മോഡൽ ബിസിനസ് മൊഡ്യൂളാണ്. അതായത് പ്രൊഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്ത് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ അവസരമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന നെറ്റ്വർക്ക് കമ്പനിയിൽ ഒന്നെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു സർവീസ് ഉണ്ടായിരിക്കണം. ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വലിയൊരു ബിസിനസ് ആശയം തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള നോളജ് വേണം. കാര്യം നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, അതായത് ലേണിങ്ങിൽ നിന്നാണ് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പഠിക്കാൻ തയ്യാറാവണം. അതിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അതെന്താണെന്ന് നമ്മൾ സ്വയം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് അറിയുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അത് നമ്മൾ തന്നെ ആദ്യം യൂസ് ചെയ്യുമ്പോഴാണ് അതിന് കോൺഫിഡൻസ് കൂടുന്നത്. ഈ കോൺഫിഡൻസ് എന്തിൽ നിന്ന് വരുന്നു ചോദിച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. എക്സ്പീരിയൻസ് എന്തിൽ നിന്ന് വരുന്നു? നോളജ്. അപ്പോൾ ഇതിനൊക്കെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് നോളജ് തന്നെയാണ്. അപ്പം പ്രൊഡക്റ്റും സർവീസും എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാക്കുക. നമ്മൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്ന ആ കമ്പനിയുടെ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി, പഠിച്ചു, സർവീസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് വർക്ക് ചെയ്യണം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? കോൺടാക്ട് ലിസ്റ്റ്, കുറഞ്ഞ ഒരു 100 പേരുടെയെങ്കിലും ലിസ്റ്റ് നമ്മളിടുക. അതിന് നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, സഹപ്രവർത്തകർ, നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, നമ്മുടെ സഹപ്രവർത്തകരാണ്. അങ്ങനെ ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെയാണ്. ഓക്കെ, അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യൂ എന്ന് പറയാൻ പാടില്ല. കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാര്യം അവർക്ക് ഇവിടെ വരുന്നതിന് എന്താണ് ബെനിഫിറ്റ് അത് വ്യക്തമാക്കി കൊടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലുണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളൊരു ഇൻവിറ്റേഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കമ്പനിയുടെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ബിസിനസ് ക്ലോസ് ചെയ്യാൻ 5 to 10 മിനിറ്റ് തന്നെ ധാരാളം. പക്ഷേ നമ്മൾ എന്നാലും അതിൻ്റെ ആശയവിനിമയം ഉണ്ടല്ലോ, മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പനി ഡീറ്റെയിൽസ് എവിടെ വന്നു, എങ്ങനെ വന്നു, ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് ഇൻകം പ്ലാൻ്റെ ബ്യൂട്ടി പറഞ്ഞു കൊടുക്കുക. ഇൻകം പ്ലാൻ എങ്ങനെ കിട്ടുന്നു, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ ഇൻകം കിട്ടുന്നത്, എങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ തരത്തിൽ ഇൻകം ഉണ്ട്, പിന്നീട് ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. കാര്യം നമുക്ക് ഇന്നത്തെ നാളത്തെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ബെനിഫിറ്റ്, പാസീവ് ഇൻകം എങ്ങനെ കിട്ടുന്നു, അങ്ങനെയുള്ള കാര്യം മെയിനായിട്ട് ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് അവർക്ക് എന്താണോ കിട്ടുന്നത് അതിനെക്കുറിച്ച് വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരാൾക്ക് പ്ലാൻ കൊടുത്താൽ സ്പോട്ടിൽ തന്നെ ക്ലോസ് ചെയ്യാൻ ഞാൻ പറയും. അല്ലെങ്കിൽ 24 hours മാക്സിമം 24 മണിക്കൂറിൽ അയാളെ ക്ലോസ് ചെയ്തിരിക്കണം. അതല്ല ഇനി അയാൾ പല കാരണങ്ങളും പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഫോളോ അപ്പ് ചെയ്യാം. കാര്യം ഫോളോ അപ്പ് എന്ന് പറയുന്നത് സക്സസിൻ്റെ വലിയൊരു താക്കോൽ തന്നെയാണ്. കാര്യം ഒരിക്കൽ പറഞ്ഞിട്ട് അയാളെ വിടേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് എന്ത് ചെയ്യാം? കാര്യം ഈ ഫോളോ അപ്പിലൂടെയാണ് പല ആളുകളും വലിയ നെറ്റ്വർക്ക് ലീഡേഴ്സാക്കി പിന്നീട് മാറിയിട്ടുള്ളത്. ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ട്. അപ്പോൾ നമുക്ക് വന്നിട്ടില്ല എങ്കിൽ ഓരോ ദിവസം കൂടുമ്പോൾ ഇങ്ങനെ 24 മണിക്കൂറിന് ഫോളോ അപ്പ് ചെയ്യുക. മാക്സിമം നമ്മൾ സ്പോട്ടിൽ തന്നെ ക്ലോസ് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ 24 മണിക്കൂറിന് അയാളെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം വന്നില്ലെങ്കിൽ നമ്മൾ നിരന്തരം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇട്ടുകൊടുത്ത് ഫോളോ അപ്പ് ചെയ്യുക. അയാളുടെ ഡൗട്ട് ഉണ്ട്, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് ക്ലോസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മുടെ കൂടെ ഒരു 10-20 പേര് വ്യക്തികൾ നമ്മളോട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ എന്താണ് ചെയ്തത്? ഇതിനെക്കുറിച്ച് പഠിച്ചു, മനസ്സിലാക്കി, ലിസ്റ്റ് ഇട്ടു, ആളുകൾക്ക് പ്ലാൻ കൊടുത്തു, അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. ഇതാണ് നമ്മൾ ചെയ്തത്. ഇതേ സാധനം അവരെ ജോയിൻ ചെയ്യിക്കുന്ന ഓരോരുത്തരും നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുക. അവർക്കൊരു 10 പേർക്ക് പ്ലാൻ കൊടുക്കണമെങ്കിൽ തുടക്കത്തിൽ നമ്മുടെ സഹായത്തോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? നല്ലൊരു സപ്പോർട്ട് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഇതൊരു ടീം ബിസിനസ്സാണ്. അപ്പോൾ ടീമായിട്ട് നമുക്ക് എന്താൻ പറ്റും? വളരാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ ഈ 10 പേര് വിജയിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് എനിക്കും കമ്പനി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടീമായിട്ട് ഒരുമിച്ച് കൂടി നിന്ന് ഒരുമിച്ച് വിജയിക്കുക. അപ്പം ആ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടീമിനെ ടേക്ക് കെയർ ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ചൂസ് ചെയ്താലും 90 days ടാർഗറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് നൈൽ കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ആശയം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, നിങ്ങളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നല്ല രീതിക്ക് വരുമാനം ആഗ്രഹിക്കുന്നു, വലിയ രീതിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ 90 days ടാർഗറ്റ് ചെയ്യാം. 90 days ടാർഗറ്റ് വെച്ചിട്ട് ഡെയിലി ഒരു 5 to 10 ആളുകളെങ്കിലും നമ്മൾ വിളിച്ചിരിക്കണം. അതിനകത്തൊരു 3 to 5 പേർക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? പ്ലാൻ കൊടുത്തിരിക്കണം. സ്പോട്ടിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പോട്ടിൽ ക്ലോസ് ചെയ്യുക. ഈ പ്ലാൻ കൊടുത്ത് ജോയിൻ ചെയ്യാതെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഐഡിയ അടിച്ചവർ കാണും, ആക്ടിവേഷൻ ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ, അവരെ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. 90 days ഡെയിലി ഏറ്റവും കുറഞ്ഞൊരു 3 to 5 പേർക്ക് വെച്ച് പ്ലാൻ കൊടുത്താൽ ഒരു 3 പേര്, നമുക്ക് ഏറ്റവും കുറഞ്ഞ കണക്കൊരു 3 പേർക്ക് ഡെയിലി പ്ലാൻ കൊടുക്കേണ്ടത് നമുക്ക് എടുക്കാം. 3 പേർക്ക് വെച്ചിട്ട് നമ്മൾ ഡെയിലി പ്ലാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ
10 ദിവസമാകുമ്പോൾ എത്ര പേരാവും? 30 പേരാവും. 20 ദിവസം 60 പേര്. ഒരു മാസം 90 പേർക്ക് നമുക്ക് പ്ലാൻ കൊടുക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ കണക്ക്. അപ്പം മാക്സിമം നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് കൊടുക്കുക, ഫോളോ അപ്പ് ചെയ്യുക, ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് എന്താണ് ഡൗട്ട്, എന്താണ് ഒബ്ജക്ഷൻ വരുന്നത്, അത് നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് പോവുക. കാര്യം നമ്മൾ കിട്ടിയ അറിവ് കൊടുത്താലും നമ്മളതും കൂടുതൽ പഠിക്കുക എന്ന് തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു 90 ഡേയ്സ് നിങ്ങളിത് കണ്ടിന്യൂസ്ലി ഒരു 90 ദിവസം, അതായത് 3 മാസം ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രോത്തും ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെന്നാൽ ഈ പ്രൊജക്റ്റ് ചെയ്യണ്ട. കാരണം നമ്മുടെ ടൈം എന്ന് പറയുന്ന സാധനം പ്രീഷ്യസ് ആണ്, അതൊരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ കൂടെ വരുന്ന ഓരോ വ്യക്തിയോട് ഞാൻ പറയുന്നത് 90 ഡേയ്സ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. പക്ഷേ ജോയിൻ ചെയ്ത് 90 ദിവസമായിട്ട് എനിക്കൊന്നും കിട്ടില്ല എന്ന് പറയരുത്. നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി ആക്ടിവിറ്റി ഉണ്ടല്ലോ. ഡെയിലി ഏറ്റവും കുറഞ്ഞൊരു 10 പേരെങ്കിലും കോൺടാക്ട് ചെയ്യുക. 3 പേർക്കെങ്കിലും പുതിയ ആളുകൾക്ക് പ്ലാൻ കൊടുത്തിരിക്കണം. ഓക്കെ, ഇത് കണ്ടിന്യൂസ് 90 ഡേയ്സ് പോകണം. പ്ലാൻ കൊടുത്ത് മാത്രം പോയാൽ പോരാ, ക്ലോസിംഗ് കൂടെ നടക്കണം. അതിനുള്ള സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. ആദ്യത്തെ ഒരു 10 പേർക്ക് പ്ലാൻ കൊടുക്കുന്ന നമ്മൾ പഠിക്കുന്ന ലെവലിൽ തന്നെ കൊടുത്തോ, പ്രശ്നമില്ല. ഓക്കെ, പിന്നീട് വരുന്ന ആളുകൾ ക്ലോസിങ് നടക്കണം. കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ലോകത്തുള്ള 100% ആൾക്കാർ ഈ ഒരു നൈൽ കട്ട് എന്ന് പറഞ്ഞ ബിസിനസ് അവർക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വരുമാനം ആഗ്രഹിക്കുന്നതായിട്ട് എക്സ്ട്രാ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ആളുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജെന്യുവൻ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റിയാൽ മതി നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 100 പേർക്ക് പ്ലാൻ കൊടുത്ത് 100 പേര് നമ്മോട് വന്നിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിതൊക്കെ പ്ലാൻ കൊടുത്ത് പോകുന്നു. പക്ഷേ നമുക്ക് പേഴ്സണലി ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവണം. അതായത് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം ഏറ്റവും വലിയ അസറ്റാണത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഓരോരോ മോട്ടിവേഷൻ വീഡിയോസ്, ഓരോരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ ബുക്കുകൾ, നല്ല ബുക്കുകൾ വായിക്കുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നല്ല ആളുകൾ നമ്മളിലേക്ക് വരുള്ളൂ. നമുക്ക് അറിവും കഴിവും ഇല്ല എങ്കിൽ നമ്മുടെ കൂടെ നല്ല ആളുകൾ വരില്ല. ഓക്കെ, അതിന് വ്യക്തമായിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് സെൽഫ് സ്റ്റഡി ചെയ്യുക. ബുക്ക്, നല്ല ബുക്കുകൾ വായിക്കുക. നമ്മുടെ ഈ പ്ലാൻ കൊടുക്കുന്നതിലൂടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ സക്സസ് ഫോർമുല, ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ ഒറ്റക്കാര്യമേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോൺടാക്ട് ലിസ്റ്റ് ഇടുന്നു. ലിസ്റ്റ് ഇട്ട ആളുകൾക്ക് ജസ്റ്റ് പ്ലാൻ വിളിക്കുന്നു, സംസാരിക്കുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ പ്ലാൻ എന്താണെന്ന് വളരെ സിമ്പിളായിട്ടും ലളിതമായിട്ടും പറഞ്ഞു കൊടുക്കുന്നു. അവരെ സ്പോട്ടിൽ ക്ലോസ് ചെയ്യുക. അത് നമ്മുടെയൊക്കെ ത്രില്ല് അതാണ്. സ്പോട്ടിൽ പ്ലാൻ കൊടുത്താൽ അവരെ സ്പോട്ടിൽ ക്ലോസ് ചെയ്യുക. അല്ലെ പിന്നെ വന്നില്ല, അപ്പോൾ എല്ലാവരും സ്പോട്ടിൽ ക്ലോസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ പറ്റാത്ത ഫോളോ അപ്പിലൂടെ നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. അവർ ജോയിൻ ചെയ്ത ശേഷം ഇതേ സിസ്റ്റം അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേഷൻ നടത്തുക. ഇത് ഇങ്ങനെ 90 ഡേയ്സ് സെറ്റായി നിങ്ങൾക്ക് ടീംസ് ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ ടീം സെറ്റായി കഴിഞ്ഞാൽ ഈ ടീമിനെ ട്രെയിനേഴ്സും ലീഡേഴ്സാക്കി മാറ്റുക. കാര്യം ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് സക്സസ് ആവാൻ നമ്മുടെ കൂടെ ഉള്ളവരെ ലീഡേഴ്സാക്കി മാറ്റുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്സും ബാക്ക് സപ്പോർട്ടുകളും നമ്മുടെ ഭാഗത്തു നിന്നും നമുക്ക് ഓരോരുത്തർക്കും എല്ലാവരും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചെയ്യുന്ന കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട്, കറക്റ്റ് 90 ഡേയ്സ് ടാർഗറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എന്നിട്ട് 90 ഡേയ്സ് നിങ്ങൾ ചെയ്തിട്ട് ഒരു ഗ്രോത്തും കാണുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറയും. എന്തിനാ വേറെ സമയം കളഞ്ഞിട്ട്? നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇത് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും നോക്കിയാൽ പോരെ. കാര്യം ഇത് ഏറ്റവും വലിയൊരു ബിസിനസ് ആശയം നമ്മുടെ കിട്ടിയിട്ട് നമ്മളവിടെ എഫേർട്ട് ഇടുന്നില്ല എങ്കിൽ റിസൾട്ട് കിട്ടില്ല. എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്ത് മേഖലയിൽ റിസൾട്ട് കിട്ടുള്ളൂ. എഫേർട്ട് ഇടാതെ ഒരു മേഖല നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തിട്ട് നാളെ വരുമാനം കിട്ടും ഒരിക്കലും ഇല്ല. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്തിരിക്കാൻ തന്നെയാണുള്ളൂ. പക്ഷെ വരുമാനം ഉണ്ടാക്കണ എഫേർട്ട് ഉണ്ട്. ഏതൊരു മേഖലയിൽ എഫേർട്ട് ഉണ്ട്. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കാൻ പോകുന്നു. ആ കോളേജിൽ പഠിക്കാൻ പോകുന്നത് ഒരു 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എക്സാം പേപ്പറിൻ്റെ റിസൾട്ട് വരുമ്പോൾ പലരുടെയും മാർക്ക് ഡിഫറൻ്റ് ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഫേർട്ട് ഇട്ട് പഠിക്കുന്നവന് മാർക്ക് കൂടുതൽ കാണും, പഠിക്കാത്തവന് തോറ്റിട്ടുണ്ടാവും. ജസ്റ്റ് പാസ്സായിട്ടുള്ള ആൾക്കാർ കൊണ്ടും എന്താണ് കാര്യം? പഠിപ്പിക്കുന്ന സെയിം അധ്യാപകൻ, സെയിം സിലബസ്, എല്ലാം സെയിം ആണ്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് മാർക്ക് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ എഫേർട്ട് ഇട്ട് പഠിക്കുന്നവർക്കാണ് അവിടെ ഗ്രോത്ത്. ഏതൊരു മേഖലയിൽ അത് തന്നെയാണ്. നമ്മൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, പിന്നീട് ഈ ഒരു ബിസിനസ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് കഴിവില്ലെങ്കിലും നമ്മുടെ ടീമിൽ കഴിവുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിയാൽ മതി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നീട് സക്സസ്സിലേക്ക് എത്താൻ ഒറ്റക്കാരേ ഉള്ളൂ. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക പേഷ്യൻസ്, ക്ഷമയുണ്ടായിരിക്കണം. ക്ഷമയുണ്ടെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വഴി നല്ല ഇൻകം നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, നല്ല ബന്ധങ്ങൾ, അറിവുകൾ, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നു, വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് പഠിക്കാൻ തയ്യാറാവുക. ജോയിൻ ചെയ്തിട്ട് മാത്രം ഇരുന്നിട്ട് ഒരിക്കലും നമുക്കിവിടെ വിജയിക്കാൻ പറ്റില്ല. ഇതിൽ നിന്നല്ല ഒന്നിലും വിജയിക്കാൻ പറ്റില്ല. അപ്പം ഇതെന്താണെന്നും ഏതാണെന്നും കൃത്യമായി വ്യക്തികൾക്ക് മനസ്സിലാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ പ്രാവർത്തികമാക്കുക, ഈ ഒരു ബിസിനസ്സിൽ പ്രാവർത്തികമാക്കുക.
വലിയ വിജയം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.